നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് പുരപ്പുര സൗരോർജ പദ്ധതി. എന്നാൽ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാണെന്ന് KSEB പറയുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഒക്ടോബർ 1 മുതൽ നിലവിലുള്ള പദ്ധതിയിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത് ഉപഭോക്താക്കളെ ആശങ്കയിലാഴ്ത്തി. സോളാർ സ്ഥാപിക്കുന്നത് ഇനി മുതൽ ലാഭകരമാവില്ല എന്ന പ്രചരണവും ശക്തമാണ്. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. പുരപ്പുര സൗരോർജ പദ്ധതി അവതാളത്തിലോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം KSEBയിലെ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറായ CP ജോർജ്, കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊമ്യൂസേഴ്സ് കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ജെയിംസ് കുട്ടി തോമസ്, ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ പ്രതിനിധി AR സതീഷ്, സയൻറ്റിസ്റ്റായ ഡോക്ടർ CP ജീവൻ എന്നിവർ. ആദ്യം ശ്രീ CP ജോർജ്, 2025 ജൂണിലെ കണക്കനുസരിച്ച് പുരപ്പുറത്തെ സൗരോർജ സ്ഥാപിത ശേഷിയുടെ കാര്യത്തിൽ കേരളം രാജ്യത്തെ 4ാം സ്ഥാനത്താണ്. നിലവിലെ നെറ്റ് മീറ്റിങ്ങുകളും സോളാർ ബാങ്കിംഗ് സംവിധാനത്തിലും KSEB നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഞാൻ പറഞ്ഞത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ആദ്യമായിട്ട് ഞാൻ പറയാം, ഈ പുരപ്പുര സോളാറിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നുമില്ല. നമ്മൾക്ക് കേരളത്തില് ഈ ഗ്രൗണ്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുരപ്പുറ വെക്കുന്നു എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മേന്മയോ എവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് പ്രത്യേക വ്യത്യാസമൊന്നും. അത് പുരപ്പുറ വെച്ചാലും ഗ്രൗണ്ടിൽ വെച്ചാലും പാനൽ കൂടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി തന്നെയാണ്. അതിന്റെ സ്വഭാവവിശേഷം ഒന്നു തന്നെയാണ്. പിന്നെ അത് പുരപ്പുറയ്ക്ക് ഒന്നാമതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയില് നമ്മൾക്ക് ആകെ എല്ലാം കൂടെ കൂടി 1500 മെഗാവാട്ട് എല്ലാം കൂടെ എല്ലാം, അതായത് റിന്യൂവബിൾ എനർജിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമുക്കറിയാം ഗ്രീൻ എനർജി, ഹരിത വൈദ്യുതി. ആ ഹരിത വൈദ്യുതിയിലേക്ക് പോകുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ ഉള്ളത് നമ്മൾക്ക് ഈ പറഞ്ഞ വിൻഡും സോളാറും കൂടെ കൂട്ടിയാൽ ഇത് രണ്ട് ഏകദേശം ഒരേ സ്വഭാവം ഉള്ളതാണ്. ആ വേരിയബിൾ റിന്യൂവബിൾ എനർജി, ഹരിത വൈദ്യുതി എന്നാണ് ഇത് പറയുക. അപ്പൊ ഇതിന്റെ 1500 മെഗാവാട്ടേ നമുക്കുള്ളൂ. ഇപ്പുറത്ത് നമ്മളെക്കാളും കൂടുതലുള്ള 37,000 മെഗാവാട്ട് വരെയുള്ള രാജസ്ഥാനും 35,000 ഉള്ള ഗുജറാത്തും 22,000 ഉള്ള നമ്മുടെ അയലക്കോട്ട് കിടക്കുന്ന കർണാടകയും 20,000 അടുത്ത് കിടക്കുന്ന ഇതും മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം ഉണ്ട്. കേരളത്തിന്റെ സ്ഥാനം 11ാമതായി ഉള്ളൂ സോളാറിൽ. അപ്പം പുരപ്പുറ സോളാർ നമ്മൾ 4ാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളിടത്തെല്ലാം ബാക്കിയുള്ള ഇത് കൂടുതൽ വെക്കുന്ന ഇഷ്ടം പോലെ സ്റ്റേറ്റുകളുണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ പറയാൻ. 4ാമതെന്ന് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഈ 4ാമത് ആയിരിക്കുന്ന അടുത്ത കാലത്ത് ഉണ്ടായ ഒരു നേട്ടങ്ങൾ കൊണ്ടാണ്. അത് പ്രൊസ്യൂമർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമിന് ആകൃഷ്ടനായി ആ ഒരു സ്കീം, അതായത് നമ്മൾക്ക് PM സൗരഘറിന്റെ സ്കീം, 78,000 രൂപയുടെ സബ്സിഡി, അതോടൊപ്പം തന്നെ മറ്റുള്ള പല നമ്മൾക്ക് നെറ്റ് മീറ്ററിങ്, ബാങ്കിങ്, അതുപോലെ തന്നെയുള്ള ഡീലിങ്, ഇതുപോലുള്ള ചില സൗകര്യങ്ങൾ, ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട് ആൾക്കാർ അത് വയബിൾ ആണെന്നും കൂടുതൽ അട്രാക്റ്റീവ് ആണെന്നും തോന്നിയത് കൊണ്ടും മാത്രമല്ല, ഇലക്ട്രിസിറ്റി ചാർജ് തുടരെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വയബിലിറ്റി ഇതിനുണ്ടോ എന്ന് കണ്ടുകൊണ്ട് ചേർന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ നമുക്കറിയാം, കഴിഞ്ഞ അതായത് നമ്മുടെ പള്ളിവാസൽ 1940 തൊട്ടിട്ട് ഈ 2025 വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ കൂടി വെച്ചിരിക്കുന്ന ഹൈഡ്രോ എന്ന് പറയുന്നത് 2100-2200 മെഗാവാട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഈ 2-3 വർഷം കൊണ്ട് 1500 മെഗാവാട്ടോളം നമ്മള് സോളാർ അതായത് പ്രൊസ്യൂമേഴ്സ്, അതായത് കൺസ്യൂമേഴ്സ് തന്നെ ഉണ്ടാക്കിയത്. അതിനകത്ത് ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയും ഈ കൺസ്യൂമറിന്റെ ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇതിനകത്തേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം നെറ്റ് മീറ്ററിങ്, ആ ഒരു അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നെറ്റ് മീറ്ററിങ് ആണ് അതിനകത്ത് അട്രാക്ഷൻ. നെറ്റ് മീറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത വൈദ്യുതി, നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയും
ഉപയോഗിക്കുന്ന വൈദ്യുതിയും തമ്മിൽ തട്ടിക്കിഴിക്കും. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി റൗണ്ട് ദ ക്ലോക്ക് ഒരു മാസാവസാനമാണ് ബില്ല് ചെയ്യുന്നത്. മാസാവസാനം ബില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആ മാസം ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റി മുഴുവൻ നമ്മൾ ആ മാസത്തെ ഉപയോഗവുമായിട്ട് നേരിട്ട് 1:1 എന്ന റേഷ്യോയിൽ തട്ടിക്കിഴിക്കുകയും അതിനുശേഷം മിച്ചമുള്ള വൈദ്യുതി മിച്ചം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിച്ചമില്ലെങ്കിൽ കുറവാണെങ്കിലും അതിന് ബില്ല് ചെയ്യുകയും മിച്ചമുണ്ടെങ്കിൽ അടുത്ത മാസത്തേക്ക് അത് ക്യാരി ഓവർ ചെയ്ത് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും അത് ഒരു വർഷത്തേക്ക് മുഴുവൻ ക്യാരി ഓവർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടുള്ള ലാഭം കൂടെ ഒക്കെ കണ്ടോണ്ടാണ് ഇതിനകത്ത് ആ ഒരു അട്രാക്റ്റീവ് പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇവരൊക്കെ തന്നിരിക്കുന്നതുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ അതിനുള്ള പോളിസികളുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, അതിനുള്ള സിസ്റ്റംസ് ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ആൾക്കാർ ചേർന്നിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ചേഞ്ചസ് വരുമ്പോൾ ഇത് നമ്മളുടെ ഇവിടുത്തെ, അതായത് നമുക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് ഇവിടുത്തെ വൈദ്യുതി ഉൽപാദന മേഖലയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാതിരുന്നിട്ട് ഈ ഒരു പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയും അത് ഒരു ശരാശരി ഒരു മെഗാവാട്ടിന് 6 കോടി വെച്ച് നോക്കി കഴിഞ്ഞാൽ 1500 മെഗാവാട്ടിന് 7,000-8,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ 3-4 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുകയും അതുകൊണ്ടുള്ള എക്കണോമിക് ആയിട്ടും നമ്മുടെ സാമ്പത്തിക മേഖലയിലും നമ്മുടെ തൊഴിൽ മേഖലയിലും എല്ലാം അതിന് നല്ലൊരു പ്രതിഫലനം ഉണ്ടാകുകയും ചെയ്തിട്ട് അതിപ്പോ പെട്ടെന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ട് പഠിക്കാത്ത കാര്യമാണ്. ഒരു വർഷം ഒക്ടോബർ 1 മുതൽ നിയമങ്ങളിൽ മാറ്റം വരികയാണ് എന്നാണല്ലോ KCB പറയുന്നത്. എന്തുകൊണ്ടാണ് നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത്? ഒക്ടോബർ 1 വരെ മാറ്റം വരുത്തുന്നു എന്ന് പറയുന്നത് അവര് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷനാണ് ഇത് ഗ്രിഡ് ഇന്റഗ്രേറ്റഡ് ആണെന്ന് പറഞ്ഞത്. നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്നു. ശരിക്കും നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇത് ഇൻജക്ട് ചെയ്യുന്നത് നമുക്കറിയാലോ, ഈ വൈദ്യുതിക്ക് അതിൻ്റെതായ ഒരു സ്വഭാവവിശേഷമുണ്ട്. നമുക്ക് ആവശ്യം നേരത്തെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ആവശ്യം നേരത്തെ കിട്ടത്തില്ല. ഇത് ഉണ്ടാക്കുന്നത് അനുസരിച്ച് അത് ഉപയോഗിച്ച് പോകണം. അതായത് റിയൽ ടൈമിൽ അത് ഉപയോഗിച്ച് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം ഇത് കാറ്റുണ്ടാകുമ്പോൾ അതിനെ ഹാർനസ് ചെയ്യാന്ന് പറഞ്ഞു, നമ്മൾ കൊയ്തെടുക്കുക. വിൻഡ് ഉണ്ടാകുമ്പോൾ അതിനെ കൊയ്തെടുക്കുക. അങ്ങനെ കൊയ്തെടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ടെക്നോളജി ഉണ്ട്. അത് കാലഹരണപ്പെട്ട പഴയ കാലത്ത് പല മുമ്പ് നിന്ന് നമ്മുടെ ഗ്രിഡിനെ അതിലേക്ക് കൊണ്ടുവരണം, പരുവപ്പെടുത്തിയെടുക്കണം. അതിന് ടെക്നോളജി ഉണ്ട്. ആ ഗ്രിഡിന് അതിനുള്ള മാറ്റങ്ങൾ വേണം, വേണ്ട വിധത്തിൽ മോഡേണൈസ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് ഇതിനെ ആവശ്യാനുസരണം പിന്നെ നമ്മുടെ പ്ലാനുകൾ, പവർ പർച്ചേസ് പ്ലാനുകൾ ഇതനുസരിച്ച് നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിനനുസരിച്ച് വേണം പുറത്തുനിന്ന് വാങ്ങിക്കാൻ. നമുക്കറിയാം ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾക്ക് നമ്മുടെ സോളാർ വിൻഡ് എന്ന് പറയുന്നത്. ആ ഓപ്പർച്യൂണിറ്റിനെ നമ്മൾ ഇതെടുക്കുകയും ബാക്കിയുള്ളതിനെ ഇതിനനുസരിച്ച് ഫില്ല് ചെയ്യുകയും ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ജനറേഷൻ, അത് കേരളത്തിലാണേലും തമിഴ്നാട്ടിലാണേലും ആന്ധ്രയിലാണേലും കർണാടകത്തിലാണേലും ഈ ജനറേഷൻ മസ്റ്റ് റൺ ആണ്. KCB പറയുന്ന മറ്റൊരു കാര്യം, പകൽ സമയത്ത് ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുകയും സന്ധ്യാസമയത്ത് വൈദ്യുതിക്ക് വില കൂടുതലുള്ള സമയത്ത്, ഉപയോഗം കൂടുതലുള്ള സമയത്ത് അതേ വൈദ്യുതി തിരിച്ച് എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് KCB നേരിടുന്ന വിഷയം എന്നാണ് പറയുന്നത്. അതിനൊരു പരിഹാരമില്ലേ? അല്ല, അതിന് പരിഹാരത്തിന് ഇത് അങ്ങനെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാണല്ലോ ഇത് മസ്റ്റ് റൺ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസിക്ക് അനുസരിച്ച് മസ്റ്റ് റൺ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്ന സമയത്ത് സോളാർ ഉള്ള സമയത്തേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ള ഉത്പാദനം കുറയ്ക്കുക, അതേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ. അതാണല്ലോ നമുക്ക് ചെയ്യുന്നത്. ഈ 10,000 ഉള്ളതും 20,000 ഉള്ളതും ഒക്കെ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള കേരളത്തിലെ ഫോർ എക്സാമ്പിള് നമ്മൾ ബാക്കിയുള്ള ഉത്പാദനം കുറച്ച് ഇതിനെ ഗ്രിഡിലേക്ക് എടുക്കുകയും അബ്സോർബ് ചെയ്യുകയും അതിനുശേഷം പകൽ ഉത്പാദിപ്പിക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളം അത്രയും മിച്ചം പിടിക്കുകയല്ല, ഡാമിൽ കിടന്നോളൂല്ലോ. ആ ഡാമിൽ കിടക്കുന്ന വെള്ളം എടുത്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ രാത്രിയിലേക്ക് അതെടുത്ത് തിരിച്ചു ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാം. അല്ലാതെ സമയം ഇവര് പറയുന്ന എക്സ്ട്രാ എക്സ്പെൻസ് പറഞ്ഞാൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഇവർ കാണിക്കട്ടെ. ഇത് മാർക്കറ്റിൽ വിലയുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചിലവായൊന്നും അർത്ഥമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജെയിംസ് കുട്ടി തോമസ്, നിലവിലുള്ള മേൽക്കൂര സോളാർ പ്രോഗ്രാമിൽ കേരളത്തിലെ ഗാർഹിക പ്രൊസ്യൂമർമാരുടെ പൊതുവായ അനുഭവം എന്തായിരുന്നു? ചെലവ് ലാഭിക്കുമെന്ന വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ ഇന്ന് വരെ പ്രോബ്ലം ഇല്ല. ഈ പുതിയ നിയമം വരുന്നതിന് മുൻപ് വരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഒരു 5 kWp പ്ലാന്റാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ തന്നെ മറ്റൊരു കണക്ഷനിലേക്ക് വീല് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, ഈ മാസം എനിക്ക് പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. എങ്കിൽ പോലും ഇതിൽ രണ്ടിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു, ബാക്കി വരികയും ചെയ്തു. സാമ്പത്തികമായിട്ടും എനിക്കത് വലിയൊരു ബാധ്യതയായിട്ട് തോന്നുന്നില്ല.
കഴിഞ്ഞ വർഷം എനിക്കൊരു 200 യൂണിറ്റ് ഞാൻ ബാലൻസ് വന്നു സെറ്റിൽ ചെയ്തു. അതിൻ്റെ പേയ്മെൻറ്റും എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്കതിനകത്ത് പ്രത്യേകിച്ച് പ്രോബ്ലമൊന്നും ഇന്ന് വരെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ വരാൻ പോകുന്ന പുതിയ നിയമത്തിൽ അതെങ്ങനെ എന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ആശങ്കയുണ്ട്. എന്നെ ബാധിക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ ബാധിക്കുമെന്ന് അതേ നിയമത്തിൽ തന്നെ അതിൻ്റെ ഡ്രാഫ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. കാരണം എനിക്കിനി ഈ മാസം വരുന്ന ബാക്കി വൈദ്യുതി എനിക്ക് അടുത്ത മാസത്തേക്ക് ബാങ്ക് ചെയ്യുവാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഇല്ലാതാവുകയാണ്. മാത്രമല്ല എനിക്ക് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് 1:1 റേഷ്യോയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ അളവ് ഇനി കുറയുകയാണ്. ഇതെല്ലാം എന്നെ തീർച്ചയായിട്ടും ബാധിക്കും. തീർച്ചയായിട്ടും ഞാൻ വലിയ ബാധ്യതയിലേക്ക് മാറും. ഞാൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ആ തോന്നലില്ലായിരുന്നു. പുതിയ നിയമത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ ചിന്തിക്കുന്നത് ഈ നിയമം എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ ഇതിൻ്റെ ഉപയോഗം ഞാൻ കുറയ്ക്കുകയും പാരലായിട്ട് ഞാനൊരു ഓഫ് ഗ്രിഡ് സ്ഥാപിച്ച് KSEBയുടെ വൈദ്യുതിയുടെ അളവ് ഞാൻ കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങളിൽ നേരിടുന്ന പ്രാഥമികമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളെന്നുള്ള തരത്തിൽ ആ തരത്തിൽ പ്രത്യേകിച്ച് പറയാനായിട്ട് പ്രശ്നം ഒന്നുമില്ല. അതെനിക്ക് ചോദ്യം വളരെ വ്യക്തമായില്ല. പക്ഷേ എനിക്കൊരു വോൾട്ടേജിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലൈനിലേക്ക് കയറി കഴിഞ്ഞാൽ അത് തൊട്ട ഇലത്തെ ആളിനത് റിയൽ ടൈം തന്നെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ, അതേ ലോഡ് ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടും. പക്ഷേ അതവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ലോഡ് ഇല്ലെങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഒരുപാട് സോളാർ പ്ലാന്റുകൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി 11 kVയിലേക്ക് കയറണം. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പക്ഷെ അങ്ങനെ കയറുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ടാകുകയും ചെയ്യും. മാത്രമല്ല ആ വോൾട്ടേജിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ KSEBയുടെ ഇൻഫ്രാസ്ട്രക്ചർ അതനുസരിച്ച് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അതവർ ചെയ്തിട്ടുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ നടക്കുന്ന ഈ പ്രശ്നം ഇവിടെ എന്തുകൊണ്ട് വരുന്നു? KSEBയുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആ ഒരു ഫെസിലിറ്റി അവർ ചെയ്തിട്ടില്ല. ആ ഒരു അപ്ഡേറ്റിംഗ് അവർ ചെയ്തിട്ടില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എനിക്ക് ഉപഭോക്താവ് എന്നുള്ള തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നത്. ഈ സോളാർ പ്ലാന്റുകളെ സംബന്ധിച്ച് കേരളത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള പരാതികളില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. കേരളത്തിൽ മാത്രം സാങ്കേതികമായ വിഷയം കൊണ്ടാണോ ഈ പരാതികൾ ഉണ്ടാകുന്നത്? കേരളത്തിൽ പ്രധാനമായിട്ടും ഈ ഗ്രിഡിൻ്റെ ഫെസിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 വർഷം മുൻപ് KSEB ഗ്രിഡ് എന്തായിരുന്നു അത് മാത്രമേ ഉള്ളൂ ഇന്നും. ഈ സോളാർ വഴി അല്ലെങ്കിൽ റീന്യൂവബിൾ എനർജി വഴി വന്ന ഈ അധിക വൈദ്യുതിയെ ഉൾക്കൊള്ളുവാനായിട്ട് KSEBയുടെ ഗ്രിഡ് ഇപ്പോഴും ഏബിൾ ആയിട്ടില്ല. കാരണം അവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം, സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കേണ്ട ഡേറ്റ് അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ തുടങ്ങിയെന്ന് പറയുന്നു. പക്ഷേ ഇത് കേന്ദ്രം പറയുന്ന ആ ടാർഗറ്റ് ഡേറ്റ് അനുസരിച്ച് ഒരു കാരണവശാലും സ്മാർട്ട് മീറ്റർ പദ്ധതി ഡെവലപ്ഡ് ആവുകയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നില്ല. കേന്ദ്രം ഗ്രാൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ ഗ്രാൻറ്റ് സ്വീകരിച്ച് ഇതിനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ചുരുക്കത്തിൽ ലൈസൻസിയുടെ കഴിവുകേടിനെ മറച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ ബാധ്യത മൊത്തം ഈ സോളാർ സ്ഥാപിച്ച പ്രൊസ്യൂമേഴ്സിൻ്റെ തലയിൽ ഇടുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ AR സതീഷ്, കേരളത്തിലെ ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ എത്രത്തോളം പ്രായോഗികവും ആകർഷകവുമാണ്? ഞാൻ ആ സബ്ജക്റ്റിലോട്ട് വരുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളെപ്പോലൊരു യൂട്യൂബ് ചാനലും ഇത്രയും റെലവൻ്റ് ആയ ഒരു സബ്ജക്റ്റ് എടുത്തതില്ല ആദ്യമായിട്ട് നിങ്ങളെ ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. കേരളത്തിലെ പ്രമുഖ ഒരു ചാനലും ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടില്ല. എന്നുവെച്ചാൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവാണ് ഇത്. പ്രൊസ്യൂമേഴ്സിനെ എസ്പെഷ്യലി ബാധിക്കുന്ന ഇഷ്യൂവായിട്ട് വരും. നോബഡി ബോദേഴ്സ് ടു ഹാവ് എ ഡിസ്കഷൻ. നിങ്ങളത് ചെയ്തില്ല, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഞാൻ നേരത്തെ ജോർജിനോട് ചോദിച്ചൊരു ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ട് തുടങ്ങിയാണ്. KSEB ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് പ്രൊസ്യൂമേഴ്സിൻ്റെ ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സിൻ്റെ എണ്ണം ഏകദേശം 2 ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ട്, പ്രൊസ്യൂമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവർ ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതി തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഏകദേശം 500 കോടിയോളം നഷ്ടം KSEBക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അത് തീർച്ചയായിട്ടും ശുദ്ധമായ അബദ്ധങ്ങളാണ് പറഞ്ഞു പറ്റിയിരിക്കുന്നത്. അത് മന്ത്രിയെ കൊണ്ടുപോലും അത് പറയിക്കാൻ KSEBിലെ ഉദ്യോഗസ്ഥർ തയ്യാറാണെങ്കിൽ
ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാതെ ജനങ്ങൾ വിശ്വസിക്കുകയാണ്. 500 കോടി രൂപ എക്സസ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 ലക്ഷം പ്രൊസ്യൂമേഴ്സേ ഉള്ളൂ. ബാക്കി വരുന്ന മൊത്തം 1,30,30,00,000 കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പം അവർക്കെല്ലാം കൂടെ ഒരു യൂണിറ്റ് 19 പൈസയുടെ ബാധ്യത ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. അതിലോട്ടാണ് ഞാൻ കടക്കുന്നത്. നമ്മൾ 2 ലക്ഷം പ്രൊസ്യൂമേഴ്സ് ഉണ്ടെങ്കിലും 2 ലക്ഷം പ്രൊസ്യൂമേഴ്സിന്റെ ഞങ്ങൾ കണക്ക് ചോദിച്ചിട്ട് കൃത്യമായിട്ട് കണക്ക് KSB നിന്നും RT വെച്ച് ചോദിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല. എത്ര കൺസംഷൻ ഉണ്ട്, പീക്കിൽ എത്ര ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, തിരിച്ചെത്ര നൽകുന്നുണ്ട്, അതുപോലെ എത്ര എനർജിക്ക് അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും ഏകദേശം 3 ആഴ്ച കഴിഞ്ഞിട്ടും മറുപടി KSB തന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഈ ഫീൽഡിലെ 10 റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ടായ കാലം തൊട്ട് അതിൻ്റെ എല്ലാ നടപടികളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 ലക്ഷം പ്രൊസ്യൂമേഴ്സ്, അതിലെ മോസ്റ്റ് ഓഫ് ദി പ്രൊസ്യൂമേഴ്സ് ആർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ബിലോ 3 kW. ഇതെല്ലാം 80% കപ്പാസിറ്റി ആൾക്കാരും ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് 1, 2, 3 kW പാനൽസാണ്. 5-നും 10-നും ഇടയ്ക്കുള്ളത് ഏകദേശം 20% അടുത്തേ ഉള്ളൂ. നമ്മൾ ഒരു KW റഫിലി 4 യൂണിറ്റാണ് നമുക്ക് ആനുവലി ഡെയിലി ജനറേറ്റ് ചെയ്യാവുന്നത്. 365 ദിവസം എടുത്തു കഴിഞ്ഞാൽ 4 യൂണിറ്റ് റഫിലി, അത് 4 യൂണിറ്റ് ചിലപ്പം റെയിൻ സീസൺ മറ്റെല്ലാം കൺസിഡർ ചെയ്യുമ്പോഴാണ് 4 യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ലക്ഷം കൺസ്യൂമേഴ്സും ആവറേജ് 10 യൂണിറ്റ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്നത് 730 ദശലക്ഷം യൂണിറ്റ് ആയിരിക്കും. 730 ദശലക്ഷം യൂണിറ്റിൽ നമ്മൾ 40% പീക്ക് ടൈമിൽ കൺസ്യൂം ചെയ്യുന്ന അസ്യൂം ചെയ്യുക. എന്തായാലും പകൽ ജനറേറ്റ് ചെയ്തിട്ട് 40%, തിയററ്റിക്കലായിട്ട് 4 മണിക്കൂറിൽ കൺസ്യൂം ചെയ്യാവുന്നത് 16.66%. പക്ഷേ ലോഡ് കൂടുതലും പീക്ക് ടൈമിൽ വരുന്നതുകൊണ്ട് ചില ലൈറ്റ് ലോഡും അതുപോലെ ഡൊമസ്റ്റിക് പർപ്പസിനുള്ള മെയിൻലി ലൈറ്റ് ലോഡ് അഡീഷണൽ ആയിട്ട് വരുന്നതുകൊണ്ടാണ് അത് കൂടുന്നത്. AC ഒക്കെ നോർമലി ഈ പീക്ക് ടൈമിലല്ല തുടങ്ങുന്നത്, അതിനുശേഷമായിരിക്കും ആൾക്കാർ ഉറങ്ങാൻ സമയത്തായിരിക്കും AC ഉപയോഗിക്കുന്നത്. എങ്കിൽ തന്നെയും 40% എന്നുള്ള എൻ്റെ അസംഷൻ ഈസ് ഓൺ ഹയർ സൈഡ്. അങ്ങനെയാണെങ്കിൽ 40% വൈദ്യുതി വെച്ചാൽ 292 മില്യൺ യൂണിറ്റ് ആണ് 730-ന്റെ. അത് 29.2 കോടി യൂണിറ്റ് വൈദ്യുതി. അതിന് 6 രൂപ പോലും കണക്കാക്കിയാൽ വരാവുന്നത് 175 കോടി രൂപയാണ്. ആ സ്ഥാനത്താണ് KSB പറഞ്ഞേക്കുന്നത് അവർക്ക് 500 കോടിയുടെ നഷ്ടം ഉണ്ടായിരുന്നത്. അത് ശുദ്ധമായ അസംബന്ധമാണ്, അസത്യമാണ്. അത് മന്ത്രിയെ കൊണ്ടുപോലും വിളിച്ചു പറയിപ്പിക്കാൻ KSB ആൾക്കാർ തയ്യാറായി. നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെങ്കിലും മനസ്സിലായിക്കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജലം 730 ദശലക്ഷം യൂണിറ്റ് മൊത്തം ഉണ്ടാകുന്ന പ്രൊസ്യൂമേഴ്സിന്റെ വൈദ്യുതിയിൽ 292 40%, അതും ഹയർ സൈഡാണ്. പീക്കിൽ ഉപയോഗിക്കുവാണെങ്കിൽ 29 കോടി യൂണിറ്റ് ഉപയോഗിക്കുവാണെങ്കിൽ അതിനും 6 രൂപ എന്നുള്ള റേറ്റ്. 6 രൂപ എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ടൈം പർച്ചേസ് വാങ്ങിക്കുന്ന ആവറേജ് പർച്ചേസ് കോസ്റ്റാണ് 6 രൂപ എന്ന് പറയുന്നത്. 6 രൂപ കണക്കാക്കിയാൽ പോലും അതിന് 175 കോടി രൂപയെ എടുത്തുള്ളൂ. പക്ഷേ ഈ 292 ദശലക്ഷം യൂണിറ്റ് പകൽ ഉപയോഗിക്കുന്നുണ്ട്. പകൽ ഉപയോഗിച്ചാൽ അതിന് പോട്ടെ, ആവറേജ് 4 രൂപ എന്നുള്ള കാൽക്കുലേഷൻ എടുത്താൽ പോലും അതിൽ 106 കോടി പ്രൊസ്യൂമേഴ്സ് ഉപയോഗിക്കാത്ത സമയത്ത് ബാക്കിയുള്ള 2% 2 lakhs കൺസ്യൂമേഴ്സിൽ ബാക്കി 128 lakhs കൺസ്യൂമേഴ്സ് സോളാർ ഇല്ലാത്തവരാണ്. അപ്പോൾ അതിലോട്ട് പകൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം ജെയിംസ് കുട്ടി പറഞ്ഞതിൻ്റെ തൊട്ട് ഓവർലോഡിങ്ങോ അല്ലെങ്കിൽ അതുപോലെ ഇഷ്യൂസും സിറ്റീസിലോ എല്ലാം വരാം. അല്ലാതെ നോർമൽ കേസിൽ ഈ മൊത്തം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിലെ 90 ലക്ഷത്തിൽ 2 ലക്ഷം പേര് ഡൊമസ്റ്റിക് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം ഉപയോഗിക്കുന്ന വൈദ്യുതി എക്സസ് ആണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലോട്ട് ഉപയോഗിക്കുന്നത്. അതിന് ദേഴ്സ് ആൻ അഡ്വാൻറ്റേജ്. സാധാരണ ഡൊമസ്റ്റിക് നമ്മുടെ കേരളത്തിന്റെ ആവറേജ് ലോസ് T&D ലോസ് എന്ന് പറയുന്നത് ഇപ്പം 10% താഴെയാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. അതിന്റെ കാരണവും മറ്റൊന്നുമല്ല, നമ്മുടെ സോളാർ പെനിട്രേഷന്റെ കാരണം കൊണ്ട് മാത്രമാണ് ആ ലോസ് കുറയാനുണ്ടായ മെയിൻ കാരണം. എന്റെ അസംഷൻ മിനിമം 0.5% എങ്കിലും ലോസ് റിഡക്ഷൻ ഓൺലി ബിക്കോസ് ഓഫ് ദി പ്രൊസ്യൂമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 5 മിനിറ്റ് തരണം, ഞാൻ ഇത് ഇച്ചിരി വിശദമായിട്ട് പോകാൻ. തീർച്ചയായും നമുക്ക് ഞാൻ ഡോക്ടർ CP ജീവനിലൂടെ പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ അത് ഞാൻ ഹാൻഡ്ലിംഗ് ഓൺലി ദിസ് സബ്ജക്ട്. ഈ അവർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ പാനൽ ഇപ്പം CP ജോർജ് ആണെങ്കിലും ജെയിംസ് ആണെങ്കിലും they will agree for that one. ശരി, പറയൂ. ഇപ്പം 730 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി എന്ന് പറഞ്ഞു.
ആ വൈദ്യുതി നമ്മൾ പിന്നെ പ്രൊസ്യൂമേഴ്സ് കേരളത്തിൽ ഇല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വൈദ്യുതി തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന കാറ്റഗറി ഇവിടെ ഉണ്ട്. ആ കാറ്റഗറി ഉപയോഗിക്കണമെങ്കിൽ 730 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി KSEB പുറത്തുനിന്ന് വാങ്ങിക്കണം. ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതി വെച്ചാൽ ഇറ്റ് ഈസ് അറ്റ് ദി മാർജിനൽ കോസ്റ്റ്, ഏറ്റവും വില കൂടിയ വൈദ്യുതി ആയിരിക്കണം. എവിടെ കണക്ക് പ്രകാരം തന്നെ 706 രൂപ എന്നുള്ള 6 രൂപയല്ല, അതിനെക്കാട്ടും പോകാം. 6 രൂപ എന്നുള്ള കേസ് എടുത്താൽ പോലും 730 വെച്ചല്ല 73 × 6 അത്രയും കോടി വൈദ്യുതിയാണ് വേണ്ടി വരുന്നത്. ആ വൈദ്യുതിയാണ് നമ്മുടെ പ്രൊസ്യൂമേഴ്സ് ഇവിടെ റീപ്ലേസ് ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല, പ്രൊസ്യൂമേഴ്സിനും നിങ്ങളുടെ ഇപ്പം ജോൺ പോൾ എന്നല്ലേ പേര്, ജോൺ പോളിന്റെ വീട്ടിൽ ഒരു പാനൽ ഉണ്ടെന്ന് ചോദിക്കാം. ജോൺ പോൾ പകൽ വൈദ്യുതി ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് വരുന്ന എക്സസ് വൈദ്യുതി നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സോളാർ ഉപയോഗിക്കാത്ത വീട്ടിലോട്ടാണ് കൺസംഷന് വേണ്ടി പോകുന്നത്. അപ്പം അവിടുത്തെ ലോസ് എടുത്തു കഴിഞ്ഞാൽ ലോസ് ക്യാൻ ബി ലെസ് ദാൻ 2%. 2% ഉണ്ടാകത്തില്ല. ജോർജിന് വേണമെങ്കിൽ അത് കൂടുതൽ ക്ലാരിഫൈ ചെയ്യാം. എൽ ടി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ലോസ് എന്ന് വെരി വെരി മിനിമൽ. ഇറ്റ് ക്യാൻ ബി 1% റേഞ്ച് ഉള്ളി. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി അതുപോലെ തന്നെ ലോസ് ഇല്ലാതെ അടുത്ത വീടുകളിലാണ് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ആ വൈദ്യുതി ഡൊമസ്റ്റിക് എൻഡിലോട്ട് വരും. നമ്മൾ പുറത്തുനിന്ന് പവർ വാങ്ങിച്ചു കൊണ്ടുവരുവാണെങ്കിൽ 400 kV 220 kV ആകണം, അവിടുന്ന് 110 kV ആകണം, അവിടുന്ന് 66 kV 33 kV 11 kV, അവിടുന്ന് ലോവർ എൻഡ് 415 220 വോൾട്ടേജ് ആയിട്ട് കുറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുന്ന ഈ ഡൊമസ്റ്റിക് LT സെക്ടറിലാണ്. അതിന് കൃത്യമായിട്ട് കണക്ക് ഇപ്പോഴും ഇല്ല. എങ്കിലും ആവറേജ് ലോസ് 10% മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 18% തൊട്ട് 20% വരെ ഡൊമസ്റ്റിക് ലോസ് ഉണ്ടായിരിക്കും. ആ ലോസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ 18% അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 730 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഡൊമസ്റ്റിക് സപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് 890 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വാങ്ങിക്കണം. എന്നുവെച്ചാൽ 18% ലോസ് ചെയ്യാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കണം. അതിന്റെ 160 ദശലക്ഷം യൂണിറ്റ് തന്നെ അതിന്റെ ഗറോഫിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാൻ എന്റെ അടുത്ത സെക്ഷനിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. തീർച്ചയായും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഞാൻ ഡോക്ടർ CP ജീവനിലേക്ക് പോയതിനു ശേഷം താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ CP ജീവൻ, KSEB നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ കഴിയുന്ന ബാറ്ററി സംഭരണവും സ്മാർട്ട് ഗ്രിഡ് സാങ്കേതികവിദ്യയും നടപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഇത്രയധികം സാങ്കേതിക വിഷയം എനിക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഉള്ളൊരു ജനറൽ പൊതുവായിട്ടുള്ളൊരു വീക്ഷണം നോക്കിക്കഴിഞ്ഞാൽ ഈ ബാറ്ററി വെക്കണം, ബാറ്ററിയുടെ ആവശ്യകത, ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റ് പാനലിസ്റ്റ് കുറച്ചുകൂടി ടെക്നിക്കലി കുറച്ചുകൂടി അറിവുള്ളവരാണ്. അവർ ഒരുപക്ഷെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അല്ല അതിലേക്ക് വരാം. അപ്പോൾ അതായത് ഒന്ന്, ഈ ബാറ്ററിയുടെ റിക്വയർമെന്റ് കൂടുതലും നമ്മുടെ ഗ്രിഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണെന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇപ്പോൾ നേരത്തെ സംസാരിച്ച പാനലിസ്റ്റ് പറഞ്ഞതുമാതിരി നമ്മൾ ഡേ ടൈമിൽ ഉൽപ്പാദിക്കുന്ന ഈ പ്രൊസ്യൂമേഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന വൈദ്യുതി അത് ഇന്നത്തെ സ്ഥിതിക്ക് ഒരു 2% പോലും ഉള്ള കൺസ്യൂമേഴ്സ് മാത്രമേ അതിനുള്ളൂ. അപ്പം ഈ പകൽ സമയത്ത് തന്നെ മറ്റ് സോഴ്സസിൽ നിന്ന്, ഈ സോളാർ റൂഫ് ടോപ്പിൽ നിന്നല്ലാതെ മറ്റ് സോഴ്സിനുള്ള യൂട്ടിലൈസേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ആ കംപ്ലീറ്റ് യൂട്ടിലൈസേഷൻ പോസിബിൾ ആണ് വാസ്തവത്തിൽ, തിയററ്റിക്കൽ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ അനോമലീസ് വരും. അപ്പോൾ അങ്ങനെ അനോമലീസ് വരുമ്പോൾ അതിനെ ഡാമ്പൻ ചെയ്യുക, അതിനെ സ്മൂത്തൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ബാറ്ററി സംവിധാനങ്ങളൊക്കെ വേണ്ടി വരുന്നതെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇതൊരു വളരെ ഒരു അഡ്വാൻസ് സ്റ്റേജിൽ പോകുമ്പോൾ നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ സോളാർ ഇങ്ങനെയുള്ള റൂഫ് ടോപ്പ്, ഒന്നാമത് എല്ലാ വീടും 100% ഈ റൂഫ് ടോപ്പ് പോസിബിൾ ആയിരിക്കില്ല. ഒന്നാമത് മൾട്ടി സ്റ്റോറീഡ് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പലർക്കും റൂഫ് ടോപ്പ് വയബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ വയബിൾ ഒക്കെ ആയിട്ടുള്ളത് കേസ്, ഇപ്പം എനിക്കതിൻ്റെ ഡാറ്റ ശരിക്കും ഓർമ്മയില്ല, പക്ഷേ നീതി ആയോഗിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഞാൻ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. അതിനകത്ത് കേരളത്തിൻ്റെ ഒരു ടോട്ടൽ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റ് സ്റ്റേറ്റുകളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറവാണ്. കാരണം നമുക്കിവിടെ വളരെയധികം ദിവസങ്ങൾ മഴയും ടോട്ടൽ ക്ലൗഡ് കവറും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ടോട്ടൽ ഈ സോളാർ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെ
കുറവാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ടാർഗറ്റ് ആയാലും ഇക്കണോമിക് വയബിലിറ്റിയുടെ രീതിയിൽ നോക്കിയാലുള്ള ടാർഗറ്റ് ആയാലും നമുക്ക് ഉള്ള പൊട്ടൻഷ്യൽ മറ്റ് കൂടുതൽ ഈ സോളാർ റേഡിയേഷൻ യൂട്ടിലൈസബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കുറവായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്കുള്ള പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ റൂഫ് ടോപ്പ് കവറേജ് മാക്സിമൈസ് ചെയ്യണം. അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. അതിനകത്ത് മറ്റൊരു അഭിപ്രായത്തിന് യാതൊരു സ്ഥാനമില്ല. ഒന്നാമത് അപ്പോൾ അതൊന്ന്. രണ്ടാമത് താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതിൻ്റെ എൻവയറമെൻ്റൽ ആസ്പെക്ട്, അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൺട്രോളിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ നിർമ്മിതമായിട്ടുള്ള ആഗോള പാരിസ്ഥിതിക വ്യതിയാനം, അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ആന്ത്രോപ്പോജനിക് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അതിന് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചസിനെ എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുക? അപ്പോൾ അതിനകത്തുള്ളത് ഏറ്റവും വലിയ ഒരു സെക്ടർ എനർജി സെക്ടറാണ്. എനർജി സെക്ടറിൽ അപ്പോൾ ഏത് വിധത്തിലുള്ള പ്ലാൻ, ഏതൊരു നമ്മുടെ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരുവിധം നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ള ഏതൊരു പ്ലാൻ നോക്കിയാലും അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എനർജി സെക്ടർ. എനർജി സെക്ടറിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ വേരിയബിൾ റിന്യൂവൽ എനർജി, വിൻഡ് ആയാലും സോളാറും ഒക്കെ. അപ്പോൾ ഈ സോളാർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ടോപ്പ് ഐറ്റമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓരോ രാജ്യത്തിനകത്ത് ഇപ്പോൾ നമ്മുടെ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അഗ്രിമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ പാരീസ് അഗ്രിമെന്റ് ഉണ്ട്, ആ രീതിയിലുള്ള അഗ്രിമെന്റ് ഉണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു സമ്മിറ്റ് വരാനിരിക്കുന്നു ബ്രസീലിൽ ഈ വർഷം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടാർഗറ്റിങ്, ആ ടാർഗറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ ലിമിറ്റ് ചെയ്യണം. അതിങ്ങനെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ റൺവേ എഫക്റ്റിലേക്ക് പോകണമെങ്കിൽ മുമ്പ് നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് കുറേ ഇടപെടലുകൾ അനിവാര്യമാണ്. അതിലൊന്ന് ഈ എനർജി സെക്ടറിലുള്ള ഇടപെടലാണ്, അത് റിന്യൂവൽസിലുള്ള ഫോക്കസാണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഓരോ രാജ്യങ്ങളും ഇന്ത്യ പോലുള്ള, ഇപ്പോൾ US അതിൽ നിന്ന് ട്രംപിൻ്റെ വന്നതിന് ശേഷം അതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റു രാജ്യങ്ങൾ ആ കമ്മിറ്റ്മെൻറ്റ്സ് നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു ബാധ്യതയുണ്ട്, ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കീഴിലാണ് നമ്മൾ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുള്ളത്. സോളാർ മിഷൻ അതിനകത്തൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ഓരോ സ്റ്റേറ്റിനായിട്ട് ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഈ നാഷണൽ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഉള്ളതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിനും അതിൻ്റെതായ ഒരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതിലെല്ലാം ഏറ്റവും നമ്പർ 1 ഐറ്റം ഈ എനർജി സെക്ടറിൽ സോളാർ പോലുള്ള ഇന്റർവെൻഷൻസുമാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ CP ജോർജ്, സോളാർ അധികമായതിലൂടെ KSEBക്ക് 500 കോടി രൂപ സാമ്പത്തിക ബാധ്യതയുണ്ടായെന്നും അത് സോളാർ സ്ഥാപിക്കാത്തവർക്ക് കൂടി ബാധകമാകും എന്ന് പറയുന്നതിലെ വസ്തുത എന്താണ്? അല്ല, അതിനൊരു വസ്തുതയില്ല. വസ്തുത അതിന് ശരിക്കും പറഞ്ഞാല് നമ്മുടെ സോളാർ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ, ഞാൻ അന്നൊക്കെ കൂടുതൽ സാങ്കേതികമായിട്ടാണോ എനിക്കറിയില്ല, പ്രായോഗികമായിട്ടോട് നടക്കുന്ന കാര്യം പറയാം. ഇവിടെ ആരും ഇലക്ട്രിസിറ്റി ഇന്ന് വരെ സ്റ്റോർ ചെയ്യാനൊരു മെക്കാനിസം KSEB ഉണ്ടാക്കിയിട്ടില്ല. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് KSEBക്ക് ഇല്ല. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത കൺസ്യൂമർ ഉപയോഗിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നേരത്തെ നമ്മുടെ സതീഷ് സാർ പറഞ്ഞ പോലെ ഇത് ആ സമയത്ത് നമ്മൾക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ഇലക്ട്രിസിറ്റി മേടിക്കാതെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വില കുറഞ്ഞ ഇലക്ട്രിസിറ്റി, അതായത് തൊട്ടടുത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അയാൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗ്രിഡിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് വസ്തുത. അപ്പൊ KSEBക്ക് ഡിമാൻഡിന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് വാങ്ങിക്കാതെ ആഭ്യന്തരമായിട്ട് തൊട്ട് അയൽവക്കത്തുള്ള ഒരാൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഉപഭോഗം കഴിഞ്ഞ് മിച്ചം വരുന്ന ഇലക്ട്രിസിറ്റി അയൽവക്കക്കാരൻ ഉപയോഗിക്കുമ്പോൾ KSEBക്ക് ലാഭമാണ് കിട്ടുന്നത്. ബിക്കോസ് അവർക്ക് ട്രാൻസ്മിഷൻ ചാർജും ഡിസ്ട്രിബ്യൂഷൻ ലോസും ട്രാൻസ്മിഷൻ ലോസും കടത്തിക്കൊണ്ട് കേരളത്തിന്റെ പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇന്നെഫക്ട് അവർക്ക് ലാഭമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അവർ കൺസ്യൂം ചെയ്യേണ്ട ആ ജനറേറ്റിംഗ് സ്റ്റേഷനിലെ വെള്ളം അവിടെ മിച്ചം പിടിക്കുന്നു. അത് പിന്നെ അവർക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അവരുടെ തെർമൽ സ്റ്റേഷനിലെ കൽക്കരി അല്ലെങ്കിൽ മറ്റുള്ള ഫ്യൂവൽ എന്താണെന്ന് വെച്ചാൽ ആ ഫ്യൂവൽ അവിടെ മിച്ചം പിടിക്കുന്നു, അതും പിന്നെ ഉപയോഗിക്കാം. പിന്നെ ഇവർക്ക് എന്താണ് നഷ്ടം എന്ന് എനിക്കറിയില്ല.
ഈ നഷ്ടം പറയുന്നത് കാര്യം പറയാം. ഇവർക്ക് വരുന്ന നഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. നമുക്കറിയാമല്ലോ, ഇതിനകത്ത് പ്ലാൻ പ്രോപ്പറായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ്, നമ്മൾക്ക് ഡിമാൻഡ് സമയമനുസരിച്ച് ഡിമാൻഡ് ഉണ്ട്, ഡേ അനുസരിച്ച് ഡിമാൻഡ് ഉണ്ട്. നമുക്ക് ആവശ്യകത, ഇലക്ട്രിസിറ്റിയുടെ ആവശ്യകത, നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് സ്റ്റോർ ചെയ്യാൻ മേലാത്തതുകൊണ്ട് റിയൽ ടൈം ആണ് ഡിമാൻഡ്. ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി അന്നേരം ഉപയോഗിച്ച് പോകണം. അപ്പൊ രാവിലെ ഉള്ള ഡിമാൻഡ്, ഉച്ചക്കുള്ള ഡിമാൻഡ്, രാത്രിയുള്ള ഡിമാൻഡ്, അത് കഴിഞ്ഞ് ഓഫ് പീക്കിലുള്ള ഡിമാൻഡ്, നൈറ്റ് ഓഫ് പീക്കിന്, അതേപോലെ തന്നെ സീസണുള്ള ഡിമാൻഡ്, ഇതിനെല്ലാം പ്ലാൻ ചെയ്യണം. പ്രോപ്പർ ഫോർകാസ്റ്റിംഗ് വേണം. അപ്പൊ നാളെ എത്രമാത്രം ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, KSEBക്ക് ആവശ്യമുണ്ട് എന്ന് അവർ കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ആഭ്യന്തര ഉത്പാദനം എത്രയാണെന്ന് നോക്കിയിട്ട് ആഭ്യന്തര ഉത്പാദനം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അവർക്ക് പവർ പർച്ചേസ് മേടിച്ചു വെക്കണ്ടേ. അതിന് പകരം 5000 മെഗാവാട്ട് ഉണ്ടെങ്കിൽ 7000 മെഗാവാട്ടുമായിട്ട് മേടിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതെല്ലാം നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 5000 മെഗാ, അത് ഏത് 10ാം ക്ലാസ്സുകാരനെ കൊണ്ട് പറ്റും ആ പരിപാടി? 5000 മെഗാവാട്ട് ഡിമാൻഡ് ഉള്ളപ്പോൾ 7000 രൂപയായിട്ട് മാറ്റി വെച്ചിട്ട് മിച്ചമുള്ളതെല്ലാം സറണ്ടർ ചെയ്യുക, എന്നിട്ട് ഈസി ആയിട്ട് ഇവിടെ വെള്ളം മാനേജ് ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ആരെ കൊണ്ടും പറ്റും. നമ്മളിവിടെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ 5000 മെഗാവാട്ട് ഉണ്ടെങ്കിൽ 5500 മെഗാവാട്ടേ പ്രൊക്യൂർ ചെയ്യാവുള്ളൂ. എന്നിട്ട് ഈ 5500 മെഗാവാട്ട് കൂടെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻകോമ്പിറ്റൻസിയാണ്, അല്ലെങ്കിൽ ഇവിടെ കഴിവുകേടാണ്. നമുക്ക് വന്നൊരു കമന്റ് ഞാൻ താങ്കളെ വായിച്ച് കേൾപ്പിക്കാം. കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് മന്ത്ലി സെറ്റിൽമെന്റ് സാധ്യമാണോ, അത് പ്രായോഗികമാണോ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്. എന്താണ് അഭിപ്രായം? അല്ല, മന്ത്ലി സെറ്റിൽമെന്റ് കാലാവസ്ഥയായിട്ട് ഒരു ബന്ധമില്ല. നമുക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഡെയിലി സെറ്റിൽ ചെയ്യാം, മന്ത്ലി സെറ്റിൽ ചെയ്യാം, അതായത് ഇവിടെ ചെയ്യാം. അത് വീക്കിലി നമ്മളിപ്പോ ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്മിഷനൊക്കെ നടക്കുന്ന വീക്കിലി സെറ്റിൽമെന്റ് നടക്കാറുണ്ട്, നമ്മൾ ഡേ ഹെഡ് പർച്ചേസ് നടക്കാറുണ്ട്. ഇതൊക്കെ നടക്കാം. അത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് മാത്രമാണ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വാങ്ങിക്കുന്ന ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ് KSEB ഇത് നഷ്ടമാണ് എന്ന് വാദിക്കുന്നത്? അതിന്റെ അടിസ്ഥാനം എന്താണ്? നഷ്ടമാണെന്ന് വാങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യമേ അവർക്ക് കാര്യങ്ങൾ പഠിക്കുക, ഡിസ്കസ് ചെയ്യണം. എനിക്ക് സംശയമുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് എത്രമാത്രം ഇതിനെക്കുറിച്ച് സാങ്കേതിക വിവരമുള്ളത്. കാരണം വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോളിസി ഉണ്ട്. ഇന്ത്യയിലുള്ള ഒരു സെക്ടർ എന്താണ്, ഇന്ത്യയിൽ മാത്രം ഉള്ള ഒരു പ്രധാനം വെച്ചാൽ ഇവർക്ക് ആർക്കും സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഈസ് ദ ടെക്നിക്കൽ അതോറിറ്റി ഫോർ എവറിഥിങ്. ഇന്ത്യയിലെ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ് ഇലക്ട്രിസിറ്റി സെക്ടറിൽ. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ആണ് ഇവിടുത്തെ എല്ലാ പ്ലാനും ചെയ്യുന്നത്. അവരുടെ പ്ലാനും അവർക്ക് അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ മൊത്തം നാഷണൽ ലെവലിൽ പ്രത്യേകിച്ച് ഒരു മെക്കാനിസം ഉണ്ട്, സെക്ടർ ഉണ്ട്, പ്ലാനിംഗ് ഉണ്ട്, ഡീറ്റെയിൽഡ് ഡേറ്റ അനാലിസിസ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്റ്റേറ്റ് തന്നെ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞില്ല. സ്റ്റേറ്റ് പ്രത്യേകിച്ച് ഒരു പ്ലാനിംഗ് സിസ്റ്റം ഇല്ല, സ്റ്റേറ്റ് പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിസിറ്റി പ്ലാനിംഗ് ഇല്ല. ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ കീഴിൽ സബ്സെറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളായി റെഗുലേഷൻസ് എല്ലാം. അതനുസരിച്ച് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നാഷണൽ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിന് തന്നെ ആയിട്ടൊരു ഗ്രിഡില്ല. ഇവിടെ സെൻട്രൽ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഗ്രിഡിനകത്ത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയും കൂടുതൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഗ്രിഡായിട്ട് ബന്ധിച്ച് കിടക്കുകയാണ്. അപ്പൊ ഈ ഗ്രിഡിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഇവിടെ KSEB തന്നെ ഉപയോഗിച്ചുള്ള KSEBക്ക് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ചെയ്യുന്ന പ്ലാന് നാഷണൽ പോളിസിക്കും നാഷണൽ ഇതിനനുസരിച്ച് നമ്മൾ സബ്സെറ്റ് ആയിട്ട് ആ പ്ലാൻ അനുസരിച്ച് താഴോട്ട് പോയാലും നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഇവിടെ കുറെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് നമ്മളെങ്ങനെ അവരുടെ തോൽവിനെ, അവരുടെ തോൽവികളെയും അവരുടെ അറിവില്ലായ്മേനെയും അവരുടെ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ കോൺസിക്വൻസസിനെ വേറെ കുറെ ആൾക്കാർ തലവെക്കാനുള്ള വേറൊരു കാര്യം ഞാനിവിടെ. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജെയിംസ് കുട്ടി തോമസ്, നെറ്റ് മീറ്ററിംഗ് നയം മാറ്റുന്നതിനും നിർബന്ധിത ബാറ്ററി സംഭരണം അവതരിപ്പിക്കുന്നതിനുമുള്ള ഈ അടുത്ത കാലത്തുണ്ടായ നിർദ്ദേശങ്ങളെ പ്രൊസ്യൂമർമാർ എങ്ങനെ കാണുന്നു? അല്ല, ഞാനൊരു പ്ലാന്റ് സ്ഥാപിക്കുന്നുവെങ്കിൽ എനിക്ക് 1 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഏകദേശം ഒരു 70,000-ത്തിനടുത്ത് രൂപ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി സ്ഥാപിച്ചത് കൊണ്ട് എനിക്ക് ബാറ്ററി ഇല്ല, അതുകൊണ്ട് എനിക്കത് വലിയ ബാധ്യതയായിട്ട് തോന്നിയിട്ടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കത് കറക്റ്റായിട്ട് സെറ്റിലായി വരുന്നുണ്ട്. പക്ഷേ ഞാനൊരു ബാറ്ററി കൂടെ സ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ അതെനിക്കൊരു അധിക ചിലവാണ്. ഈ വരുന്ന പുതിയ നിയമത്തിൽ എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റുമില്ല. അവർ പറയുന്നത് ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് പീക്ക് ടൈമിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അധികം പൈസ തരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊരു മണ്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ബാറ്ററിയുടെ ലൈഫുണ്ട്, അതിന് സൈക്കിള്. ആ സൈക്കിൾ അനുസരിച്ച് ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് KSEB കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണത്. അപ്പോൾ ഒരു കാരണവശാലും ആ തരത്തിലും ബാറ്ററി ബെനിഫിഷ്യൽ അല്ല. പക്ഷേ ബാറ്ററി വെച്ചുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഗ്രിഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് പകൽ സമയത്ത്
ഞാൻ ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്യുന്നു, രാത്രി കാലത്ത് എൻ്റെ ബാറ്ററിയിൽ നിന്ന് നേരിട്ടെടുക്കാം. അപ്പോൾ ഗ്രിഡിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ഒരു ഗ്രിഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോകാം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചും മാനദണ്ഡം ഈ ബാറ്ററി സംവിധാനത്തിലേക്ക് പോകുവാനായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മാൻഡേറ്ററി ആണെന്ന് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇവിടെ കേരള സർക്കാർ ബ്ലൈൻഡായിട്ട് ഈ പുതിയ നിയമം കൊണ്ടുവന്നിട്ട് അത് മാൻഡേറ്ററി ആയിട്ട് അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കേരള ജനത അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് കരുതരുത്. CP ജീവൻ പറഞ്ഞോളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ KSEB പറയുന്ന നഷ്ടക്കണക്ക് അത് അവരുടെ യൂണിലാറ്ററലായിട്ടുള്ള ഒരു വാദമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് ഇല്ലാതെ ഇവർ പറയുന്നതിൽ അതേപടി വിശ്വസിക്കാൻ ഒന്നാമത് നമ്പർ 1 അത് സാധ്യമല്ല. നമ്പർ 2 ഈ നഷ്ടക്കണക്കിൻ്റെ ദുരൂഹത ഒരുപാട് ആഴത്തിലുള്ള, അതായത് അവർ പറയുന്ന പല കണക്കുകളുടെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോൺട്രഡിക്ഷൻസ്, അവർ പറയുന്നതിൽ കോൺട്രഡിക്ഷൻ അല്ല, നമ്മളത് അതിനകത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഒന്നാമത് പറയുന്നത് കേരളത്തിലാണ് ഈ രാത്രി കാലങ്ങളിൽ പീക്കിംഗ് വരുന്നത്, പീക്ക് ഡിമാൻഡ് കൂടുന്നു. ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഹീറ്റ് വേവ്സ് വന്നതിൻ്റെ ഫലമായിട്ട് ഈ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പരിമിതമായ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റ് ചിലയിടങ്ങളിലൊക്കെ ഈ ഹൈലി അർബനൈസ്ഡ് ഏരിയ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ നൈറ്റ് ടൈം പീക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന ഹീറ്റ് വേവ്സും കൂടുതൽ ആൾക്കാർ എയർ കണ്ടീഷനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉള്ള ഒരു മാറ്റം ആയിട്ട് പലയിടത്തും ഉണ്ട്. എന്നാൽ തന്നെ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ അതൊരു അനോമലി ആണെന്നും കേരളത്തിൽ കൂടുതൽ മിക്കവാറും ഈ നൈറ്റ് ടൈം ഡിമാൻഡ് കൂടുതലാണെന്ന് നമ്മൾ സപ്പോസ് ഫോർ ആർഗ്യുമെന്റ് നമുക്കൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ സ്ഥിതി എന്താ? മറ്റ് സ്റ്റേറ്റുകളിൽ പീക്ക് ഡിമാൻഡ് പകലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പകൽ സമയത്ത് ഇവിടുന്ന് രാത്രി കാലങ്ങളിൽ അവിടെ ആക്ച്വലി ഡിമാൻഡ് കുറവുമാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പർച്ചേസ് ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നും ഒക്കെ പറയുമ്പോൾ അതിനകത്തൊക്കെ ഉള്ള കാൽക്കുലേഷൻസ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് അവർ ഇതിനെ ഈ പുറത്തുനിന്നുള്ള ഡിമാൻഡ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ ലോങ് ടേം കോൺട്രാക്ട്സ് വെച്ചിട്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവർ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഈ പ്രൊസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സിൻ്റെ മേലിലടിച്ച് അതിനെ പഴിചാരുകയും കംപ്ലീറ്റ് കൺസ്യൂമേഴ്സിൻ്റെ മുമ്പിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഭാരം അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നു പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ്റെ ബേസിലല്ല എന്നുള്ളതാണ്. അത് പ്രാഥമികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ്, റീകാൽക്കുലേഷൻ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവരുടെ ബയസ് ഇല്ലാതെ, ഈ KSEBയുടെ ബയസ് ഇല്ലാതെ നമ്മൾ ഇതിനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പകൽ സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷൻ എന്തുകൊണ്ട് ഒരിക്കലും സർപ്ലസ് അല്ല. കാരണം ആ പാടെ 2% കൺസ്യൂമേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഈ 5 kVA കിലോവാട്ടിൻ്റെ ഒക്കെ ഉള്ളവർ വളരെ കുറവാണ്. ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറയുന്നത് വ്യക്തമാണ്, മനസ്സിലായി. ഞാൻ ശ്രീ AR സതീഷിലേക്ക് ഒന്ന് പോവുകയാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് വലിയ തോതിലുള്ള സോളാർ പദ്ധതി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രാഥമികമായ വിഷയങ്ങളെക്കുറിച്ചാണ്. താങ്കൾക്ക് തുടരാം. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. തീർച്ചയായും. ഇല്ല, ഇപ്പം കേരളത്തിലെ പ്രൊസ്യൂമേഴ്സ് മൊത്തം ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി 730 ദശലക്ഷമൊന്നും ചെല്ലാം. ദാറ്റ് ഈസ് ഓൺലി 2.3% ഓഫ് ദി കേരള റിക്വയർമെൻറ്റ്. നമ്മുടെ കേരളത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ റിക്വയർമെൻറ്റ് വെച്ചാൽ 31,632 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. അതിൻ്റെ 2.3% ഉള്ളൂ. ഇറ്റ് ഈസ് നത്തിങ്. അപ്പം ഇത്രയും 31,000 മില്യൺ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റത്തിന് 2% എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. നേരത്തെ ജോർജ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പകലുണ്ടാകുന്ന ഈ 730 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ആ സമയത്ത് 2 ഓപ്ഷനാണ് ഉള്ളത്. അവരുടെ ഹൈഡൽ സ്റ്റോറേജ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത്രയും വൈദ്യുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഹൈഡലിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇപ്പം തെർമലോ ന്യൂക്ലിയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോഡ് കുറയ്ക്കാനുള്ള ഇഷ്യൂസ് ഉണ്ട്.
പക്ഷേ ഹൈഡൽ സ്റ്റേഷൻ്റെ ലോഡ് വിതൗട്ട് എനി റെസ്ട്രിക്ഷൻ വി ക്യാൻ റെഡ്യൂസ്. ദ മോസ്റ്റ് ഓഫ് ദി ന്യൂ ഹൈഡൽ stations having the wide range efficiency in the same range. ഒരു 30% തൊട്ട് 100% എടുത്തു കഴിഞ്ഞാൽ എഫിഷ്യൻസിയിൽ വലിയ ഡ്രോപ്പ് ഉണ്ടാകത്തില്ല. ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീനിൽ നിന്ന് ലോഡ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന എക്സസിനെ മാനേജ് ചെയ്യാൻ കൃത്യമായിട്ട് വെക്കും. അപ്പോൾ ആ വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് രാത്രിയിൽ നമുക്ക് ഡിമാൻഡ് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പവർ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ് പ്രൊസ്യൂമേഴ്സ് ചെയ്യുന്നത്. അത് ജോർജ് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ബിക്കോസ് ഓഫ് ദി ഇൻഎഫിഷ്യൻസി ഓഫ് ദി KSEB ടു മാനേജ് ദ സിസ്റ്റം, അതിൻ്റെ കുറ്റം പ്രൊസ്യൂമേഴ്സിൻ്റെ ചുമലിൽ പറഞ്ഞ് കേൾപ്പിക്കുക വെച്ചാൽ വളരെ തെറ്റായ പ്രവണതയാണ്. ഇപ്പം KSEBയുടെ ലോസ് കുറഞ്ഞെന്ന് പറയുന്നു. KSEBയുടെ ലോസ് സിംഗിൾ ഡിജിറ്റിലോട്ട് വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒൺലി ബിക്കോസ് ഓഫ് ദി ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സ്. ഡൊമസ്റ്റിക് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉള്ളത്. ഏകദേശം 18% തൊട്ട് 20% വരെ വൈദ്യുതി ലോസ് ഉണ്ടാകും. 100 യൂണിറ്റ് വൈദ്യുതി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 82-80 യൂണിറ്റ് മാത്രമേ ഡൊമസ്റ്റിക് സെക്ടറിൽ വിൽക്കാനൊക്കത്തുള്ളൂ. അതേ സമയത്ത് ഈ ഡൊമസ്റ്റിക് സെക്ടറിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത് 100% അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ എൻ്റെ വീട്ടിലെ എക്സസ് ജനറേഷൻ ഉണ്ടെങ്കിൽ അത് തൊട്ടടുത്ത വീടുകളിലും അത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ലോസ് എന്ന് പറയുന്നത് വെരി വെരി മിനിമൽ. ഇറ്റ് ക്യാൻ ബി ഇൻ ദ റേഞ്ച് ഓഫ് 1 or 2% അറ്റ് മാക്സ്. 1% താഴെയായിരിക്കും ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ലോസുകൾ ഉണ്ടാകുന്നില്ല. ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിലുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് മാത്രമാണ് അത് ഷെയർ ചെയ്യുന്നത്. അതായത് താങ്കൾ പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മൾക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെയുള്ള സ്റ്റോറേജ് സൗകര്യം ഇത് നമുക്ക് കഴിയണമെന്നല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി നമുക്ക് എക്സസ് ഉണ്ടെങ്കിൽ അത് സോളാർ പാനൽ ഇല്ലാത്ത അടുത്ത ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ശരി, ഓൺ ഗ്രിഡിലേക്ക് പോകുമ്പോഴാണല്ലോ ഈ വിഷയം. അതെ, ഓൺ ഗ്രിഡിലേക്ക് പോകുമ്പോഴാണല്ലോ ഈ വിഷയം ഉണ്ടാകുന്നത്. ഇത് നമുക്ക് തന്നെ സ്റ്റോർ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ നിലവിലില്ല. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ല, നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഇപ്പോൾ സാങ്കേതിക വിദ്യ ഇല്ല. അതിനാണ് ബാറ്ററി കൊണ്ടുവരാൻ പറ്റുന്നത്. ബാറ്ററി എന്ന് വെച്ചാൽ ബാറ്ററിയിൽ ഏത് ബാറ്ററി സിസ്റ്റത്തിലും സ്റ്റോർ ചെയ്യുമ്പം ലോസ് ഫോർ സ്റ്റോറേജ്. എഗെയിൻ അതിന് വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും ലോസ് ഉണ്ടാക്കും. 2 times ലോസ് ഈസ് ഇൻക്വയറിങ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നാഷണൽ വേസ്റ്റ് ആണ്. ഒരു ബാറ്ററി സിസ്റ്റത്തിലോട്ട് സ്റ്റോർ ചെയ്തെങ്കിൽ സിസ്റ്റം കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസ് ഉണ്ട്. തിരിച്ച് AC ആയിട്ട് മാറ്റുമ്പം വീണ്ടും ലോസ് ഉണ്ട്. ആ 2 ലോസും ട്രാൻസ്ഫോർമേഷൻ ലോസസ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ലോസ് എ ഗുഡ് എമൗണ്ട് ഓഫ് എനർജി. അങ്ങനെയാണെങ്കിൽ ഇതിനെന്താണ് ഒരു പരിഹാരമുള്ളത്? ഇതിനൊരു പരിഹാരവും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് മാറുകയെന്നേ ഉള്ളൂ. ദർ ഇസ് നത്തിങ്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ ഇപ്പം ജോർജ് പറഞ്ഞോട്ടും 40,000 മെഗാവാട്ട് വരെ സോളാർ ഇൻസ്റ്റലേഷൻ ഉള്ള സ്റ്റേറ്റുകളാണ് രാജസ്ഥാനും ഗുജറാത്തും മധ്യപ്രദേശും ഒക്കെ എടുത്തു കഴിഞ്ഞില്ല. നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ ഇൻസ്റ്റലേഷൻ ലെസ് ദാൻ 2,000 മെഗാവാട്ട്. അതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. 2,000 മെഗാവാട്ടിന് 5 കോടി എന്ന് എടുത്താൽ പോലും 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ കൺസ്യൂമേഴ്സാണ്. നത്തിങ് കോൺട്രിബ്യൂട്ടഡ് ബൈ KSEB. KSEBിയുടെ കഴിഞ്ഞ 3 ദശാബ്ദം എടുത്താൽ പോലും നോ അഡീഷൻ. ചെറിയ സ്മാൾ ഹൈഡിൽ വരിക എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. അതാണ് സത്യാവസ്ഥ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതിന് കൂടി ഒന്നുകൂടെ പറയാം. KSEBിയുടെ ലോസ് കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദി പ്രൊസ്യൂമേഴ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 730 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥാനത്ത് അത് പ്രൊസ്യൂമേഴ്സ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അതിന് പകരം 890 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വാങ്ങിക്കേണ്ടി വരുമായിരുന്നു. 160 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കൂടെ എക്സസ് ആയിട്ട് വാങ്ങിക്കുന്നു. അപ്പോൾ അതേ രീതി അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇന്നത്തെ ലോസ് ഇറ്റ് വിൽ ബി മോർ ദാൻ 10%. 0.5% എങ്കിലും മിനിമം ഇപ്പം KSEB ക്ലെയിം ചെയ്യുന്ന ലോസിനെക്കാട്ടിലും ആ ക്ലെയിം ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള എനിക്കും ഐ ഹാവ് ഹാവിങ് 100% ഡൗട്ട്. ശരി, അപ്പം അത് ശരിയാണെന്ന് അസ്യൂം ചെയ്താൽ തന്നെ അതിനെക്കാട്ടും ഒരു 0.5% എങ്കിലും ലോസ് കൂടുതൽ ഉണ്ടാകാമായിരുന്നു നമ്മുടെ പ്രൊസ്യൂമേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ. ഇതൊക്കെയാണ് പ്രൊസ്യൂമേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കാതെ പ്രൊസ്യൂമേഴ്സിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പുതിയ നിയമത്തിലൂടെ. പ്രത്യേകിച്ച് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല. റെഗുലേറ്ററി കമ്മീഷൻ ഇരിക്കുന്ന മെമ്പേഴ്സ് ആണെങ്കിലും അവിടുത്തെ അഡ്വൈസേഴ്സ് ആണെങ്കിലും കൺസൾട്ടന്റ് ആണെങ്കിലും അവരെല്ലാവരും KSEB എന്ന് വന്ന ആൾക്കാർ മാത്രമാണ്. അവരുടെ മൈൻഡ് സെറ്റ് ഒരിക്കലും മാറത്തില്ല. അതിനൊരു അപജയം എന്ന് പറയാവുന്നതാണ് CP ജോർജിന്. അദ്ദേഹം കൃത്യമായിട്ട് KSEBിലേക്ക് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനീയർ. ഞാൻ CP ജോർജിലേക്ക് പോവുകയാണ്. ശ്രീ CP ജോർജ്, ടൈം ഓഫ് ഡേ താരിഫുകൾ നടപ്പിലാക്കും. അതായത് വൈദ്യുതി വാങ്ങുന്ന സമയത്തിനനുസരിച്ച് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിർദ്ദേശമാണ് നടപ്പിലാക്കുന്നത്. വൈദ്യുതിയുടെ വില ദിവസത്തിൻ്റെ സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഇതുകൊണ്ട് ഉള്ള പ്രയോജനം എന്താണ്? ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അതിനു മുമ്പായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ അവിടെ
ഒന്നിൽ പറഞ്ഞ പീക്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പീക്ക് ശരിക്കും പറഞ്ഞാൽ കർണാടകയിൽ മാത്രമേ, കർണാടക പോലുള്ള 1-2 സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ പകൽ പീക്കുള്ളൂ. ഓൾ ഇന്ത്യ പീക്ക് നോക്കിയാൽ രാത്രിയിൽ തന്നെയാണ് പീക്ക്. അപ്പൊ ഇവര് പറഞ്ഞ ആർഗ്യുമെന്റ് വെച്ചാണെങ്കിൽ പകല് പീക്കുള്ള സ്ഥലത്തേക്ക് അങ്ങ് വിറ്റാൽ മതിയല്ലോ കൂടുതൽ വിലക്ക്. വില അങ്ങനെയാണെങ്കിൽ പകല് പീക്കാണെങ്കിൽ എങ്ങനെയാണ് രാത്രിയിൽ വില കൂടുന്നത്? ഈ പറയുന്ന കോൺട്രഡിക്ഷൻസ് വേണം. അവര് പറയുന്നതിനകത്ത് ന്യായമില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം ബാറ്ററിയുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാറ്ററി ഇല്ലെന്ന് പറയല്ല. ബാറ്ററി ബേസിക്കലി ഇപ്പൊ ഉപയോഗിക്കുന്നത് ലാർജ് സ്കെയിൽ ബാറ്ററീസ് ആണ്. അത് ഉപയോഗിക്കുന്ന ഗ്രിഡ് ഇപ്പൊ ആ ടെക്നോളജി മച്ചുറായി വരുന്നേ ഉള്ളൂ. അത് സ്മോൾ സ്കെയിലിലേക്ക് അത് മച്ചുർ ആയിട്ടില്ല. ലാർജ് സ്കെയിൽ മച്ചുറായി വരുന്നത് വയബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ഗ്രിഡ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സോളാറിന്റെ ആ ഒരു വേരിയബിലിറ്റീനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് സോളാറിനെ അറിയുമ്പോൾ ഇഷ്ടമുള്ളപ്പം നമുക്ക് ആ ഇഷ്ടമുള്ളപ്പോൾ പോലെ കിട്ടത്തില്ല, ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ എനർജി അതിനെ ആ വേരിയബിലിറ്റീനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധനത്തിൽ ഇപ്പം ബാറ്ററി ഉപയോഗിക്കുന്നത്. അതിപ്പം ഗ്രാജുവലായിട്ട് മച്ചുറായിട്ട് വരുന്നുണ്ട്. അത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം TODയിലേക്ക് വന്നു കഴിഞ്ഞാൽ TOU എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഇന്നോവേറ്റീവ് താരിഫ് സിസ്റ്റം ഉണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് കൂടുമ്പോൾ 100 KW ആണെങ്കിൽ 100 മെഗാവാട്ട് കൂടിയാൽ 100 മെഗാവാട്ടിന്റെ ജനറേറ്റിംഗ് സ്റ്റേഷൻ അവിടെ ഉണ്ടാവണം. ഒരു വർഷത്തില് 15 മിനിറ്റ് ഉണ്ടാകുന്നതാണ് നമ്മുടെ റെക്കോർഡ്. ആ 15 മിനിറ്റിന് വേണ്ടിയിട്ട് ഒരു 100 മെഗാവാട്ടിന്റെ ജനറേറ്റിംഗ് സ്റ്റേഷനും ആ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ എൻറ്റയർ സിസ്റ്റം ഒരു കൺസ്യൂമറിലേക്ക് കൊണ്ടുപോയി ഈ ഇലക്ട്രിസിറ്റി ഡെലിവർ ചെയ്യാൻ വേണ്ടുന്ന സിസ്റ്റവും അവിടെ ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പീക്ക് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന TOD. അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കൺസ്യൂമറുടെ കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. കൺസ്യൂമറുടെ മാറ്റിവെക്കാവുന്ന കൺസപ്ഷനെ ഓഫ് പീക്കിലേക്കും മറ്റുള്ള സമയത്തേക്കും മാറ്റാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ഇതിനെ കൊണ്ടുവരിക. നമ്മുടെ TOD സിസ്റ്റം, അതായത് താരിഫ് സിസ്റ്റം കൊണ്ടുവരിക. അതിനുശേഷം ഈ കൊടുക്കുന്ന താരിഫ് മറ്റേ സമയത്ത് കൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് സബ്സിഡി കൊടുക്കും. അവിടെ അത് ബാലൻസ് ചെയ്ത് പോകണം. അല്ലാതെ ഇതൊരു റവന്യൂ ഏണിംഗ് മെക്കാനിസം അല്ല. അത് പീക്കിൽ അത് കൂടുതൽ താരിഫ് വെച്ച് കഴിഞ്ഞാൽ ഓഫ് പീക്ക് അവരെ ഉപയോഗിക്കാനായിട്ട് അവർക്ക് സബ്സിഡി കൊടുക്കണം. അപ്പൊ ഒരാൾ നൈറ്റ് ഷിഫ്റ്റിൽ ഉപയോഗിക്കാനായി കഴിഞ്ഞാൽ ആ ഫാക്ടറിക്ക് കൂടുതൽ ലാഭം കിട്ടണം. അപ്പൊ അങ്ങനെ ഒരു പ്രോത്സാഹനമാണത്. അല്ലാതെ ഇതൊരു റവന്യൂ ഏണിംഗ് അല്ല. അതാണ് ഇതിന്റെ ഉദ്ദേശം. നല്ല കാര്യമാണ്, പക്ഷേ അത് ആ സെൻസിന് ഉപയോഗിക്കണം. ശരി, വ്യക്തമാണ്. ശ്രീ ജെയിംസ് കുട്ടി തോമസ്, പുതിയ നിയമം കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അഭിപ്രായം? അത് പ്രധാനമായിട്ടും ഈ വരുന്ന ഡ്രാഫ്റ്റിൽ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഓരോ സമയപരിധി കൊടുത്തിട്ടുണ്ട്. ആ സമയപരിധിയിൽ നമ്മുടെ മൊത്തം ഡിമാൻഡിൻ്റെ ഇത്ര പെർസെൻറ്റേജ് വീതം റിന്യൂവബിൾ എനർജിയിൽ നിന്നാകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇറങ്ങിയ ഡ്രാഫ്റ്റിൽ ഇവർ RPO ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചത് RPO അല്ല, റിന്യൂവബിൾ കൺസംഷൻ ഒബ്ലിഗേഷനാണ്. അതായത് RCO എന്ന് പറയും. ഈ കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ കേന്ദ്രം കൊടുത്ത ഈ ഡയറക്ഷൻ RCO അനുസരിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ് ഈ ഡ്രാഫ്റ്റിലൂടെ RPO എടുത്ത് കോട്ട് ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് RCO കാണിച്ചുകൊണ്ട് RCO എടുത്ത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കത്തയച്ചു. എന്നിട്ടും ഇവിടുത്തെ ഈ ഡ്രാഫ്റ്റിൽ അത് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴും അത് RPO ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ RCO എന്ന് പറയുന്നത്? ഈ RCOയിൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്ലാന്റുകളുടെ അളവ് അല്ലെങ്കിൽ അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയുടെ അളവ് പ്രത്യേകിച്ച് കൗണ്ട് ചെയ്യും. അതായത് ഒബ്ലിഗേഷനായിട്ട് സെപ്പറേറ്റ് എടുക്കും. ഈ RPOയിൽ അത് വേണമെന്നില്ല. കാരണം ഇവിടെ കേരളത്തിൽ വെള്ളവും ഈ റിന്യൂവബിൾ എനർജിയിൽ പെടുത്തുന്നുണ്ട്. പക്ഷേ RCOയിൽ ഈ പുരപ്പുറ സോളാർ പദ്ധതിയിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് കണക്കുണ്ട്. ആ കണക്കുകൾ മനഃപൂർവ്വം കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ ഒളിച്ചു വെച്ചുകൊണ്ട് RPO ആയിട്ട് അതിനെ മാറ്റിയിരിക്കുക. ഞങ്ങളതെല്ലാം ഡ്രാഫ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡ്രാഫ്റ്റിലെ ഒരു മെയിൻ പ്രശ്നം. കേന്ദ്ര സർക്കാർ കൊടുത്ത ഡയറക്ഷൻ അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം. ഇവിടെ 1000 KW ഉള്ള നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തെ നേരെ 3 KW ആക്കി കുറച്ചിരിക്കുക. അതിന് കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷന് പ്രത്യേക അധികാരമുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര വെച്ച് നെറ്റ് മീറ്ററിംഗ് ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും നമ്മുടെ കണക്റ്റഡ് ലോഡ് എനിക്കിപ്പോൾ 5 KW ഉണ്ടെങ്കിൽ എനിക്ക് 5 KW വരെ പ്ലാന്റ് വെക്കാം നെറ്റ് മീറ്ററിങ്ങിന് വേണ്ടി. അതല്ല 20 KW ആണ് 20 KW വരെ പെർമിറ്റ് ചെയ്യാം. കാരണം MNREയുടെ ഡയറക്ഷൻ ആ തരത്തിലുണ്ട്. പക്ഷേ അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഇവിടുത്തെ റെഗുലേറ്ററി കമ്മീഷന് പ്രത്യേക അധികാരമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ?
ഇവിടുത്തെ റെഗുലേറ്ററി കമ്മീഷൻ അതിനെ മിസ്യൂസ് ചെയ്യുകയാണ്. കേരളത്തിൽ അത് മോശമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മുടെ ഈ സംവിധാനത്തെ മൊത്തം നശിപ്പിക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിലെ ഇതുപോലെ ആലോചിച്ച് കഴിഞ്ഞാൽ കേന്ദ്ര നിയമങ്ങൾക്ക് പലതരത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഈ നിയമം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പോയിന്റ്സ് എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് ജനങ്ങൾ ഇതിൻ്റെ നിയമപീഠത്തിലേക്ക് നീങ്ങുകയും ചെയ്യും, കോടതിയിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ശരി, വ്യക്തമാണ്. ശ്രീ AR സതീഷ്, അദ്ദേഹം പറഞ്ഞ പോലെ നെറ്റ് ബില്ലിങ്ങിലേക്കോ അതല്ല ഗ്രോസ് മീറ്ററിങ്ങിലേക്കോ ഉള്ള നിർദ്ദിഷ്ട മാറ്റം വാണിജ്യ വ്യവസായ മേഖലയിലെ വരുമാനത്തെ ഇൻസ്റ്റലേഷനുകളെയൊക്കെ എങ്ങനെ ബാധിക്കും? നമ്മളൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അന്നത്തെ നിയമം അനുസരിച്ചാണ്. ആ നിയമം അനുസരിച്ച് നമുക്കത് എക്കണോമിക്കലി വയബിൾ ആണെങ്കിലേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ വ്യവസായികൾ ഇപ്പം 2 മെഗാവാട്ടോ 1 മെഗാവാട്ടോ ഇൻസ്റ്റാൾ ചെയ്തത് അന്നത്തെ നിയമം അനുസരിച്ച് അവർക്ക് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി അവർക്ക് ഉപയോഗിക്കാൻ അങ്ങനൊരു നിയമം, ഒരു ക്രമം അനുസരിച്ചിട്ടുണ്ട്, എങ്ങനെ കൺസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ എക്കണോമിക്കലി വയബിൾ ആയതുകൊണ്ട് മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അല്ലാതെ അവർ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം നയം മാറ്റുക വെച്ചാൽ ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി നാച്ചുറൽ ജസ്റ്റിസ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ പുതിയ നിയമത്തിൽ പുതിയ ആൾക്കാർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ആൾക്കാർ വരുത്തില്ല. ഈ നിയമപ്രകാരം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിട്ടേൺ കിട്ടുമോ അല്ലെങ്കിൽ അതിനുണ്ട് പ്രയോജനം ഉണ്ടാവുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ ഇറങ്ങിത്തിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരും ഇറങ്ങിത്തിരിക്കത്തില്ല. ഇപ്പം ഡൊമസ്റ്റിക് തന്നെ പുതിയ നിയമപ്രകാരമാണെങ്കിൽ എത്ര പേര് വരുമെന്ന് നോക്കാം. ഇപ്പം 2 ലക്ഷം ആൾക്കാർ നമുക്ക് കുറഞ്ഞ പീരീഡിൽ വന്നതിൻ്റെ കാരണം അവർക്കത് വയബിൾ ആയതുകൊണ്ടാണ്. ഈ പുതിയ നിയമം നടപ്പിലാകുകയാണെങ്കിൽ ഇനി മുതൽ സോളാർ വെക്കുന്നത് ഒരു വൈബിൾ ഓപ്ഷൻ അല്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. അത് ആൾക്കാരും ഒന്ന് അടയ്ക്കും, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കും. അങ്ങനെ വരുമ്പോൾ അത് ആൾക്കാരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്തിരിപ്പിക്കും. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ എൻകറേജ് ചെയ്യാനുള്ള പോളിസി നടപ്പാക്കുന്ന സമയത്ത് കേരളത്തിൽ എങ്ങനെയും അതിനെ ഇല്ലാതാക്കാൻ ഉള്ള പരിശ്രമമാണ് ബോത്ത് കമ്മീഷൻ ആസ് വെൽ ആസ് KSEB ഈസ് ഡൂയിങ്. ദിസ് നോട്ട് റൈറ്റ് മെത്തേഡ്. ഇപ്പം നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ പറയാമല്ലോ, നമ്മുടെ ഹൈഡൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 3800 ദശലക്ഷം യൂണിറ്റ് തൊട്ട് ഏകദേശം 10000 ദശലക്ഷം യൂണിറ്റ് വരെ ദേശീയ വൈഡ് വേരിയേഷൻ. മൊത്തം ജനറേഷൻ്റെ നമ്മുടെ കേരളത്തിന്റെ റിക്വയർമെന്റിന്റെ 12% മുതൽ 32% വരെയാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. അതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വൈഡ് വേരിയേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെയിൻ. ഒരിക്കലും അപ്പോൾ അതിനർത്ഥം നമ്മുടെ കേരളം 80% തൊട്ട് 70% വരെ വൈദ്യുതിക്ക് പുറത്തുനിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. അതിൽ ഒരു മെജോറിറ്റി ഓഫ് ഷെയർ ഈസ് ഫ്രം CGS ഷെയർ, ബാക്കി ലോങ് ടൈം കോൺട്രാക്ട് ഉണ്ട്. അപ്പം അതിനുപരിയായിട്ട് വരുന്നത് ഷോർട്ട് ടൈം എന്ന് പറയുന്നത് പീക്ക് ടൈമിലേക്കുള്ളത് ഈസ് വെരി വെരി നെഗ്ലിജിബിൾ. ആ സമയത്ത് സോഴ്സ് ചെയ്യുന്ന എനർജി ഒരു ഷോർട്ട് ടൈം പവർ എഗ്രിമെൻ്റ് ആണ്, ചില മാസങ്ങളിലേക്ക് മാത്രമാണ്. അപ്പം അതിൻ്റെ ബാധ്യത മുഴുവനായിട്ട് തന്നെ പ്രൊസ്യൂമേഴ്സിന് തരുന്ന രീതിയിലാണ് KSEB സംസാരിക്കുന്നത്. ആ എനർജി കേരളത്തിൽ 2 ലക്ഷം പ്രൊസ്യൂമേഴ്സിന് വേണ്ടി മാത്രം വാങ്ങിക്കാനല്ല, കേരളത്തിൽ മുഴുവൻ 130 ലക്ഷം കൺസ്യൂമേഴ്സിന് വേണ്ടി വാങ്ങിക്കുകയാണ്. അല്ലാതെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ കാറ്റഗറി പ്രൊസ്യൂമേഴ്സിനല്ല കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും പ്രൊസ്യൂമേഴ്സിന് ഈ സോളാറിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെ നിരുത്സാഹപ്പെടുത്തുന്ന നടപടി KSEB തുടരുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? KSEBയുടെ പ്രൊജക്ഷൻ പ്രകാരം 2-3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഡിമാൻഡ് തന്നെ ഇപ്പം ഓൺലി ബിക്കോസ് ഓഫ് ദി ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആണ് ഈ കഴിഞ്ഞ വർഷത്തെ ഡിമാൻഡ് പ്രൊജക്ഷനെക്കാട്ടിലും 5-6% താഴെ വന്നിരുന്നത്. അതിൻ്റെ കാരണം നമ്മൾ സോളാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും അതില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വൈദ്യുതി അധികമായിട്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ വേണം. ഇൻവെസ്റ്റ് ചെയ്യാൻ KSEBയുടെ പൈസ ഇല്ല, അതാണ് സത്യാവസ്ഥ. ആ സമയത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിനെ എൻകറേജ് ചെയ്യുക വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ലോസ് അല്ല. KSEB സപ്പോസ് ദേ ആർ മാനേജിങ് ദ സിസ്റ്റം എഫക്റ്റീവ്ലി. അവരുടെ ഹൈഡൽ സ്റ്റോറേജ് ഉണ്ട്, അതിനെ എഫിഷ്യൻ്റ് ആയിട്ട് ഹാനേജ് ചെയ്താൽ ഈവൻ പീക്കിൽ അവർക്ക് വേണമെങ്കിൽ വൈദ്യുതി വിറ്റ് പൈസ ഉണ്ടാക്കാം. അതാണ് സത്യം. ശരി, പുതിയ ആൾക്കാർ ബാറ്ററി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള കുറെ കാറ്റഗറി ഉണ്ടാകും. പ്രത്യേകിച്ച് ബിസിനസ്സുകാരോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് അവരുടെ ടാരിഫ് വളരെ ഉയർന്നതാണ്. അവർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ദാറ്റ് വിൽ ബി മാനേജബിൾ. കേസ് വരുവാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ CP ജീവൻ, സാമ്പത്തിക ചെലവുകൾക്കപ്പുറം സോളാർ ബാങ്കിംഗ് മോഡലിൻ്റെ ദീർഘകാല പാരിസ്ഥിതിക ആഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒരു മെച്ചപ്പെട്ട നയം ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതിനകത്ത് ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഉള്ള ഈ ഫൈനാൻഷ്യൽ സൈഡ് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് അത് ഇപ്പോൾ നേരത്തെ സതീഷ് പറഞ്ഞ ഇതുമായിട്ട് പൂർണ്ണമായിട്ടൊരു യോജിപ്പില്ല എന്ന് പറയാം. അതായത്
നമ്മൾ ഏതെല്ലാം രീതിയിൽ കണക്ക് കൂട്ടിയാലും ഒരു ലോങ് ടേമിൽ ദീർഘകാലം വീക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സോളാർ തന്നെയായിരിക്കും ചീപ്പസ്റ്റ് സോഴ്സ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ്, ഇപ്പോൾ നിലവിലുള്ള ഇൻസെൻറ്റീവ്സിനെ അവർ നിരുത്സാഹപ്പെടുത്തുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു പിന്നോട്ട് പോക്കുണ്ടാവും. കുറേ പേര് ഇപ്പോൾ ഉടനെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിച്ചവർക്ക് ഒരു ഭയം ഉണ്ടാവും, നമുക്ക് ഉദ്ദേശിച്ച മാതിരിയുള്ള റിട്ടേൺ കിട്ടുമോ, അതുപോലെ ആ ഒരു ഇൻസെൻറ്റീവ്സിൻ്റെ ഫ്രെയിംവർക്കും ഒരു മാറ്റം വരുന്നു. പക്ഷെ അത് നമ്മൾ എൻ്റെ ഒരു ധാരണയിൽ ഒരു 1 or 2 yearsനുള്ളിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഈ രീതിയിലുള്ള ഒരു തെറ്റായ ഡയറക്ഷനിലല്ല നമ്മൾ പോകേണ്ടത്. നമുക്കിപ്പോൾ ഉള്ള ഇൻസെൻറ്റീവ്സിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുകയും, കാരണം അതുകൊണ്ട് KSEBക്കും തന്നെ ലാഭമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ തെറ്റായ കണക്കുകൂട്ടലുകളാണ് ഈ ലോസും മറ്റും കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം ഈ മീറ്ററിങ്ങിൻ്റെ പ്രശ്നം വരുമ്പോൾ ഞാനൊരു സ്റ്റഡി കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ സ്റ്റേറ്റുകളെയും കമ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ചില സ്റ്റേറ്റുകളിൽ ഈ പറയുന്ന എല്ലായിടത്തും സെയിം മീറ്ററിങ് സിസ്റ്റം അല്ല. ചിലയിടത്ത് നെറ്റ് മീറ്ററിംഗ് ആണ്, ചിലയിടത്ത് ക്രോസ് മീറ്ററിങ്, ഈ പല രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് ഈ സോളാർ വെച്ചിട്ടുള്ള പവർ ജനറേഷൻ ആയിരിക്കും ചീപ്പസ്റ്റ്, ഏറ്റവും ശരി. ലാഭകരമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നിലവിലെ നെറ്റ് മീറ്ററിംഗ് സംവിധാനം മൂലമുണ്ടാകുന്ന ഗണ്യമായ സാമ്പത്തിക ബാധ്യതയും ഗ്രിഡ് അസ്ഥിരത പ്രശ്നങ്ങളുമാണ് KSEB ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഉപഭോക്താക്കളെ നിരുത്സാഹപ്പെടുത്തുന്നു, നിക്ഷേപങ്ങളെ പിന്നോട്ടടിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കേരളത്തിന് മികച്ചതും കൂടുതൽ സ്ഥിരതയുമുള്ളതുമായ ഒരു സോളാർ നയം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ CP ജോർജ്, ജെയിംസ് കുട്ടി തോമസ്, AR സതീഷ്, ഡോക്ടർ CP ജീവൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.